ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് DM-ൽ ഒരു 2 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു പെഡിക്യൂർ മാനിക്യൂർ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ടോനെയിൽ ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. സോ ഇന്ന് ടോട്ടലി ടോനെയിൽ റിലേറ്റഡ് വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫേസിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. നമ്മുടെ ഫേസ്, നെക്ക്, ഈ ഒരു ഭാഗത്തെയാണ് കൂടുതൽ ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും കയ്യിലെ നഖം അല്ലെ കാലിലെ നഖം അങ്ങനെ നമ്മൾ നോക്കി ചെയ്യാറില്ല, അല്ലെ അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പം ഞാൻ ഒരു ഡാൻസ് ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഡാൻസർ എപ്പോഴും പറയുമായിരുന്നു കാല് എപ്പോഴും വൃത്തിക്ക് സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒക്കെ മുടക്കിയാലും ഞാൻ കാലിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. സോ ടോനെയിൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ കയ്യിലെ നഖങ്ങൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിലെ നഖം. ഈവൻ കൈ ചെയ്യുന്നവരും അല്ലെ കൈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും അല്ലെ കൈയിനെ നെയിൽസിനെ ടേക്ക് കെയർ ചെയ്യുന്നവർ പോലും അതിൽ എന്താ പറയുക, കാലിലെ നഖത്തെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ 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 കുറവാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റ് ചെയ്യുന്ന മീൻസ് കാണുന്ന ഏരിയാസ് മാത്രമായിരിക്കും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ജസ്റ്റ് കാലിൽ നെയിൽ പോളിഷ് ഇടും വിടും അത്ര മാത്രമേ ഉണ്ടാവത്തുള്ളായിരിക്കും. പക്ഷെ അതിലപ്പുറം നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ് കാല്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കാല് കണ്ടാൽ നമ്മുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ടോനെയിലിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലേക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ടോനെയിൽ എങ്ങനെ സംരക്ഷിക്കാം? ആദ്യം തന്നെ നമ്മൾ കാലെപ്പോഴും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നെയിൽസിനെ സംബന്ധിച്ചിടത്തോളം നെയിൽസിൽ നമ്മൾ എപ്പോഴും നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും. ഇടയ്ക്കൊക്കെ നെയിൽസിനെ വെറുതെ ബ്രീത്ത് ചെയ്യാൻ വിടുക. അതായത് റിമൂവർ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് നെയിൽസിലെ നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞ്, നെയിൽ പോളിഷ് കളയുമ്പം എഡ്ജസിലൊക്കെ ഉണ്ടാവും, ആ എഡ്ജസിലെയും എല്ലാം പ്രോപ്പറായിട്ട് റിമൂവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് നാളത്തിന് നെയിൽ പോളിഷോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് കുറച്ച് നാൾ വിടുക. ആ നെയിൽസിലൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഇപ്പം നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു നെയിൽ പോളിഷ് ഇട്ടു, അതിൻ്റെ മേലെ വേറെ നെയിൽ പോളിഷ് ഇട്ടു, റിമൂവർ കാണാത്തതുകൊണ്ട് പിന്നെയും ആ ഒരേ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് പോകണം. ഇത് ആക്ച്വലി നമ്മുടെ നെയിലിൻ്റെ കളറ് ഡള്ളാക്കാൻ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ ഈവൻ ഒരു നെയിൽ പോളിഷ് ഇട്ട പുറകെ തന്നെ പ്രോപ്പറായിട്ട് അത് റിമൂവ് ചെയ്യാണ്ട് അതിൻ്റെ സൈഡിലൊക്കെ മിക്കവാറും ശ്രദ്ധിച്ചാൽ അറിയാം, സൈഡിലൊക്കെ നെയിൽ പോളിഷ് അപ്പോഴും സൈഡിൽ ഏതെങ്കിലുമൊക്കെ കളറിൻ്റെ ഇച്ചിരിയൊക്കെ ഇരിപ്പുണ്ടാവും. അതിന് മേലോട്ട് നമ്മൾ വേറെ ഇടുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെയിൽസിനെ ഡാമേജ് ആക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നെയിൽ പോളിഷ് റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നെയിൽ പോളിഷ് യൂസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വിലക്കുറവാണെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന ചില നെയിൽ പോളിഷുകൾ ഈ പറഞ്ഞ പോലെ നെയിൽസിനെ യെല്ലോയിഷ് കളറാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദെൻ ഈ പറഞ്ഞ പോലെ നെയിൽസിന് ബ്രീത്ത് ചെയ്യാൻ ഒരു ടൈം കൊടുക്കുക. കുറച്ച് നാൾ നെയിൽ പോളിഷ് ഇടാതിരിക്കുക. ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മെയിൻ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നെയിൽ പോളിഷ് ഇടാണ്ട് പ്രോപ്പറായിട്ട് നെയിൽസിനെ ടേക്ക് കെയർ ചെയ്യുക. നെയിൽസിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നെയിൽസ് വളർത്താൻ ഇഷ്ടമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഏത് കൂട്ടരും ആയിക്കോട്ടെ. പക്ഷെ നെയിൽസിനെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് എഡ്ജസ് ഒക്കെ കറക്റ്റാക്കി അതിൽ ചെളിയൊന്നും കയറുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ നഖത്തിന്, കാലിൻ്റെ നഖത്തിന് പ്രത്യേകിച്ച് ചെളിയൊക്കെ കയറി നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും. ഈ കുഴിനഖമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനും ചീത്തയാണ്. സോ അതുകൊണ്ട് തന്നെ കാലിലെ നഖത്തിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. നമ്മൾ പറയാറുണ്ട് വലത്തെ കൈയിൽ ഫുഡ് കഴിക്കണ കൈയാണ്, അതുകൊണ്ട് തന്നെ അവിടെ നഖം വളർത്തരുത്, അവിടെ നഖം വളർത്തിയാൽ നഖത്തിനിടയ്ക്ക് ചെളി കയറും, ഫുഡിൻ്റെ അകത്ത് പോകും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിൻ്റെ നഖവും. കാലിൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ചെളി കയറി കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും ക്ലീൻ ചെയ്യുന്നില്ല. ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. സോ കാലിലെ നഖം വളർത്തുന്നവരാണേലും അല്ലാത്തവരാണേലും പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് ഈ പറഞ്ഞ പോലെ എഡ്ജസും കാര്യങ്ങളും എല്ലാം വൃത്തിക്ക് വയ്ക്കുക. ഇനി നഖം വളർത്തുന്നവരെ സംബന്ധിച്ച് ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. പക്ഷേ എല്ലാ വീക്ക്ലി ട്വൈസിലും ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കാലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഈവൻ മാസ്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നോക്കുക. ദെൻ നമുക്ക്
മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെയിൽസിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഞാൻ ആൽമണ്ട് ഓയിലാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. സോ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ ഓയിലോ ഈവൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും മതി. ജസ്റ്റ് നെയിൽസിലെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നഖത്തിന്റെ മോയ്സ്ചറൈസർ നിലനിർത്താനും അതേപോലെ ഗ്രോത്തിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഒടിഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ മോയ്സ്ചറൈസിങ് പ്രോസസ്സ് ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അല്ലെങ്കിൽ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ചെയ്താലും മതിയാവും. നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് ജസ്റ്റ് അത് നല്ല രീതിക്ക്, അത് കാലിൻ്റെ ആണെങ്കിലും കൈയുടെ ആണെങ്കിലും ജസ്റ്റ് നെയിൽസിൽ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ മസാജിങ് എന്നുള്ള കാര്യം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പുറമെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഉള്ളിലോട്ട് പോകുന്നതും. അപ്പം നമ്മുടെ ഒത്തിരി പേര് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എനിക്ക് നഖം വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എപ്പോഴും ഒടിഞ്ഞു പോവാണ്, ഇങ്ങനെയൊരു കാര്യം. ഇത് നമ്മുടെ ഇൻടേക്കിലുള്ള പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ നമുക്കിപ്പം വിറ്റാമിൻസ് കുറവോ എന്തെങ്കിലും ഡെഫിഷ്യൻസി മൂലമോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യുന്ന എഗ്ഗ്, സീഡ്സ്, അങ്ങനെ ലീഫി വെജിറ്റബിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക. അത് ഫുൾ ബോഡി നല്ലതാണ്. സോ ആ ഇൻടേക്കും കൂടെ പ്രോപ്പറായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരേക്കും ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാം. ദെൻ ഞാൻ ഫുൾ ബോഡി ഓയിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ ബോഡി ഓയിലൊക്കെ തേക്കാറുണ്ട്. അപ്പം ചിലർക്ക് കാലിൽ ഓയിൽ തേക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം കാലിൽ ഒന്ന് ഓയിൽ തേക്കാണ്ട് അവിടെ വരണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിണ്ട് കീറൽ ഉണ്ടാവാം, കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വിണ്ട് കീറൽ ഉണ്ടാവാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കാലിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഡ്രൈ ആയിട്ട് കാലിന് ഈ ഒരു പോർഷൻ ഡ്രൈ ആയിട്ടുണ്ടാവാം. സോ അത്തരത്തിലുള്ള ഡ്രൈനെസ് മാറ്റാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ബോഡി ലോഷൻ ഏതാണെങ്കിലും അത് യൂസ് ചെയ്താലും മതി. അതും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കാല് കഴുകി വൃത്തിയാക്കി നല്ല രീതിക്ക് തുടച്ച് ജസ്റ്റ് ഒരു ബോഡി ലോഷനും കൂടെ അപ്ലൈ ചെയ്തിടുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ മെത്തേഡ്സ്, ഈ പറഞ്ഞ കുറച്ച് ടിപ്സ് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് നെയിൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ കോമെൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.